ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രസവശേഷം നമ്മൾ കഴിച്ചു വരുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചിലവരൊക്കെ മഞ്ഞൾ ലേഹ്യം, ക്യാരറ്റ് ലേഹ്യം, അതുപോലെ തന്നെ ഈത്തപ്പഴ ലേഹ്യം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കലുണ്ട്. നമ്മളിതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ലേഹ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈത്തപ്പഴത്തിന് ആയിക്കഴിഞ്ഞാലും ഇത് രക്തശുദ്ധി വരുത്താനും അതുപോലെ തന്നെ രക്തം ഇല്ലെങ്കിൽ തന്നെ രക്തം വർദ്ധിപ്പിക്കാനും ശരീരപുഷ്ടിക്കും ഒക്കെ ഒരുപാട് ഗുണമുള്ള ഒന്നാണ് നമ്മളെ ഈത്തപ്പഴം എന്ന് പറയുന്നത്. പച്ചമഞ്ഞളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാനത് വിട്ടുപോയതാണ്. പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന് വളരെയധികം ഗുണമുള്ള ഒന്നാണ്. അത് നിറം വെക്കാൻ മാത്രമല്ല, അതുപോലെ തന്നെ അത് ഒരു പ്രത്യേക ഔഷധം കൂടിയായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. മാത്രമല്ല നമ്മൾ ഇതിൽ ആപ്പിള്, പഴം, പിന്നെ ക്യാരറ്റ്, കപ്പലണ്ടി ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബെല്ലം നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നില്ല ഇത് ഉണ്ടാക്കുമ്പോൾ, കാരണം മധുരത്തിന് ആവശ്യത്തിന് ഈത്തപ്പഴം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തേങ്ങാപ്പാലാണ് നമ്മൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കിലോ ആപ്പിൾ എടുത്തിട്ടുണ്ട്, 1 കിലോന് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 കിലോ കപ്പലണ്ടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വലിയ തേങ്ങ പാലാണ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇനി. പിന്നെ നമുക്ക് ഇനി നമ്മളാക്കി അപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം, ഈത്തപ്പഴം, പിന്നെ ആപ്പിള് ഇതിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് വേവിക്കുക. ക്യാരറ്റ് സെപ്പറേറ്റ് ആണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാരറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കപ്പലണ്ടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ 1 പിടി പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. 1 പിടി മഞ്ഞൾ തന്നെ എടുത്താൽ മതി, കാരണം അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു കുത്ത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഉരുളി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയതല്ല, നാട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് ഇട്ടത് വീഡിയോ. നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാപ്പാലും നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക, മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന വീഡിയോ മിസ്സായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നാട്ടിലിപ്പോൾ സിസ്റ്ററിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ ഡബ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ നേന്ത്രപ്പഴം, ആപ്പിള്, ഈത്തപ്പഴം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ക്യാരറ്റ് നമ്മൾ സെപ്പറേറ്റ് ആണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ വേവിച്ച് തന്നെ നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം, നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റും ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമഞ്ഞൾ അരച്ച് വെച്ചില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി വരണം, അതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി നിൽക്കണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ലേഹ്യം അതുപോലെ തന്നെ ഈത്തപ്പഴ ലേഹ്യം ഇതൊന്നും സെപ്പറേറ്റ് ഒന്നും ആക്കിയിട്ട് ബുദ്ധിമുട്ടണ്ട. അതായത് മഞ്ഞൾ വിരകിയതെന്നും പറഞ്ഞിട്ട് വേറെ ഒന്നും ആക്കണ്ട. ഇതേപോലെ ആകുമ്പോൾ ഒക്കെ ചെയ്യുന്നവരാകുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളെ വിരകിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഫിനിഷിംഗ് ഉള്ള ആ വീഡിയോ മിസ്സായിട്ടുണ്ട്, അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ആയി കിട്ടും നമ്മൾ തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.